2024 മെയ് 12 ഞായർ. ഇന്ന് 1199 മേടം 29. വാർത്തകൾ വായിക്കുന്നത് ജി രവി. ഗാസ ഇസ്രയേൽ പടനീക്കം വീണ്ടും. റഫേൽ വീണ്ടും ഒഴിപ്പിക്കൽ. ആയുധോപയോഗത്തിലെ രാജ്യാന്തര നിയമങ്ങൾ ഇസ്രയേൽ ലംഘിച്ചിട്ടുണ്ടാകാമെന്ന് അമേരിക്ക. തെക്കൻ ഗാസയിലെ റഫയിൽ കൂടുതൽ മേഖലകളിൽ നിന്ന് ഇസ്രായേൽ പലസ്തീൻകാരെ ഒഴിപ്പിച്ചു. കിഴക്കൻ റഫയ്ക്ക് പിന്നാലെ മധ്യ ദക്ഷിണ മേഖലകളിലും ഒഴിപ്പിക്കൽ നടക്കുകയാണ്. ഇതിനോടകം 1,00,000-ലേറെ പേർ റഫ വിട്ടതായാണ് ഐക്യരാഷ്ട്ര സംഘടന വ്യക്തമാക്കുന്നത്. 3 ലക്ഷം പേർ സ്ഥലം ഒഴിഞ്ഞതായി ഇസ്രായേൽ പറയുന്നു. കെരം ശലോം അതിർത്തി കവാടം ലക്ഷ്യമാക്കി റഫയിൽ നിന്ന് 4 റോക്കറ്റുകൾ വന്നതായി ഇസ്രായേൽ സേന അറിയിച്ചു. ഇതിലൊരെണ്ണം സൈന്യം തകർത്തു. ബാക്കി 3 വിജന മേഖലയിലാണ് പതിച്ചത്. യുദ്ധം മൂലം തകർന്നടിഞ്ഞ വടക്കൻ ഗസയിൽ ഹമാസ് തിരികെയെത്തി ശക്തി പ്രാപിക്കുകയാണെന്നും അവിടം ലക്ഷ്യമാക്കി ഉടൻ നീങ്ങുമെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഇതിനിടെ നദാവ് പോപ്പിൽവെൽ എന്ന ഇസ്രായേൽ സ്വദേശിയായ ബന്ദി കൂടി കൊല്ലപ്പെട്ടതായി ഹമാസ് അറിയിച്ചു. 1 മാസം മുൻപ് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലേറ്റ പരിക്കാണ് പോപ്പിൽവെല്ലിൻ്റെ ജീവനെടുത്തത്. ബന്ദിയുടെ വീഡിയോ ആദ്യം പുറത്തുവിട്ട് ഇദ്ദേഹത്തിന് എന്തു സംഭവിച്ചെന്ന് ഉടൻ അറിയിക്കാമെന്ന് പറഞ്ഞ ഹമാസ് പിന്നാലെ മരണം സ്ഥിരീകരിക്കുന്ന പ്രസ്താവന പുറത്തുവിട്ടു. ഗാസ സിറ്റിയിലെ അൽഷിഫ ആശുപത്രി സമുച്ചയത്തിലെ 3 കൂട്ടക്കുഴിമാടങ്ങളിൽ നിന്നായി 80 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. മധ്യ ഗാസയിലെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ 8 കുട്ടികൾ ഉൾപ്പെടെ 19 പേർ കൊല്ലപ്പെട്ടു. ഇതുവരെ 34,971 പലസ്തീൻകാരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. അതേസമയം തങ്ങൾ നൽകിയ ആയുധങ്ങൾ അനുവദനീയമല്ലാത്ത രീതിയിൽ ഉപയോഗിച്ച് ഇസ്രായേൽ രാജ്യാന്തര നിയമങ്ങൾ ലംഘിച്ചതായി സംശയിക്കുന്നു എന്ന് US ഭരണകൂടം പറഞ്ഞു. US പാർലമെൻറ്റായ കോൺഗ്രസിന് കൈമാറിയ റിപ്പോർട്ടിലാണ് ആഭ്യന്തര വകുപ്പ് ഉദ്യോഗസ്ഥർ ഇക്കാര്യം അറിയിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയം ഗതിമാറ്റി കേജ്രിവാൾ. 75 പിന്നിട്ടാൽ മോദി മാറുമോ? മോദി വോട്ട് തേടുന്നത് അമിത്ഷായ്ക്ക് വേണ്ടി യോഗിയെ ഒതുക്കുമെന്നും കേജ്രിവാൾ. ആശയക്കുഴപ്പമില്ല, മോദി തന്നെ തുടർന്ന് നയിക്കുമെന്ന് അമിത്ഷാ. 75 വയസ്സ് പിന്നിട്ടാൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദം ഒഴിയുമെന്നും പകരം അമിത്ഷാ വരുമെന്നും അനുമാനിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാൾ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചർച്ചകൾ വഴിതിരിച്ചുവിട്ടു. രാജ്യം നാളെ 4ാം ഘട്ട വോട്ടെടുപ്പിന് ഒരുങ്ങുമ്പോഴാണ് ജയിലിൽ നിന്നിറങ്ങിയ ശേഷമുള്ള ആദ്യ യോഗത്തിൽ തന്നെ കേജ്രിവാൾ കളം നിറഞ്ഞത്. ജയിച്ചാലും മോദി അടുത്ത വർഷം മാത്രമേ പ്രധാനമന്ത്രി പദത്തിലുണ്ടാകൂ എന്നും മോദി വോട്ട് തേടുന്നത് അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാനാണെന്നും കേജ്രിവാൾ പറഞ്ഞു. അതിനായി UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ഒതുക്കാനുള്ള ശ്രമം അണിയറയിൽ നടക്കുന്നതായും അദ്ദേഹം ആരോപിച്ചു. പിന്നാലെ വിശദീകരണവുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്തെത്തി. BJPയുടെ ഭരണഘടനയിൽ 75 എന്ന വയസ്സ് പരിധിയില്ലെന്നും ഇക്കാര്യത്തിൽ പാർട്ടിക്ക് ആശയക്കുഴപ്പമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മോദി കാലാവധി പൂർത്തിയാക്കുമെന്നും ഭാവിയിലും അദ്ദേഹം തന്നെ ഇന്ത്യയെ നയിക്കുമെന്നും അമിത്ഷാ മറുപടി നൽകി. ഇന്നലെ രാവിലെ ഹൈദരാബാദിൽ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും സമാന വിഷയം ഉന്നയിച്ചിരുന്നു. മോദി 75ാം വയസ്സിൽ വിരമിക്കാൻ തയ്യാറാണോ എന്നായിരുന്നു ചോദ്യം. 75 വയസ്സ് കഴിഞ്ഞ നേതാക്കൾക്ക് ഭരണഘടനാ പദവികൾ നൽകേണ്ടതില്ലെന്ന എഴുതപ്പെടാത്ത വ്യവസ്ഥ 2014 നരേന്ദ്രമോദി BJP കേന്ദ്ര നേതൃത്വത്തിലേക്ക് വന്നതോടെയാണ് രൂപപ്പെട്ടത്. 2014 തിരഞ്ഞെടുപ്പിൽ പല മുതിർന്ന നേതാക്കൾക്കും സീറ്റ് കിട്ടിയില്ല. കർണാടകയിൽ BS യെഡിയൂരപ്പ 78 വയസ്സുവരെ മുഖ്യമന്ത്രിയായി തുടർന്നതൊഴികെ LK അദ്വാനിയും സുമിത്ര മഹാജനും ആനന്ദിബെന്നും മുരളി മനോഹർ ജോഷിയും ഈ മാനദണ്ഡപ്രകാരം മാറി. 75 വയസ്സിന് മുകളിലുള്ളവർ മത്സരിക്കേണ്ടതില്ലെന്ന തീരുമാനം പാർട്ടി നയമായി സ്വീകരിച്ചിട്ടുണ്ടെന്ന് അമിത്ഷാ നേരത്തെ പരസ്യമായി സമ്മതിച്ചിരുന്നു. ദാഭോൽക്കർ വധം CBIയോട് കോടതി ആസൂത്രകരെ മനസ്സിലായിട്ടും അറസ്റ്റ് ചെയ്യാത്തതാണോ? യുക്തിവാദി നേതാവ് നരേന്ദ്ര ദാഭോൽക്കറെ വെടിവെച്ചു കൊന്ന കേസിലെ യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമം നടന്നോ എന്ന നിർണായക ചോദ്യം ഉന്നയിച്ച് കോടതി. കൊലപാതകത്തിൻ്റെ ആസൂത്രകരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പോലീസിനോ പിന്നീട് കേസ് അന്വേഷിച്ച CBIക്കോ സാധിച്ചില്ല. ഇത് പരാജയമാണോ ബോധപൂർവമാണോ എന്ന് ആത്മപരിശോധന നടത്തണം. മുഖ്യ ആസൂത്രകനെന്ന് പറഞ്ഞയാളുടെ പങ്കിന് ശക്തമായ തെളിവുകൾ ഹാജരാക്കിയില്ല. ആരുടെയെങ്കിലും സ്വാധീനം മൂലം ബോധപൂർവമായ നിഷ്ക്രിയത്വം ഉണ്ടായിട്ടുണ്ടോ എന്നും പൂനെയിലെ UAPA കോടതി ജഡ്ജി PP ജാദവ് ചോദിച്ചു. 2013 നടന്ന കൊലയ്ക്ക് പിന്നിൽ തീവ്ര ഹിന്ദുത്വ സംഘടനയായ സനാതൻ സംസ്ഥയാണെന്ന് കണ്ടെത്തിയിരുന്നു.
10 വർഷത്തിനിപ്പുറം കഴിഞ്ഞ ദിവസമാണ് ശിക്ഷ വിധിച്ചത്. വെടിയുതിർത്ത സച്ചിൻ ആൻഡുറെ, ശരത് കലാസ്കർ എന്നിവരെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച കോടതി മുഖ്യ ആസൂത്രകനെന്ന ആരോപണം നേരിട്ട ENT സർജൻ വീരേന്ദ്ര സിംഗ് താവ്ഡെ ഉൾപ്പെടെ 3 പേരെ തെളിവില്ലെന്ന് കണ്ട് വിട്ടയച്ചിരുന്നു. ഉന്നം തെറ്റാതെ വെടിവയ്ക്കാൻ പരിശീലനം നേടിയിട്ടുള്ള ആൻഡുറയും കലാസ്കറുമായി ചേർന്ന് താവ്ഡെ കൊലപാതകം ആസൂത്രണം ചെയ്തെന്നാണ് CBI കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ താവ്ഡെക്കെതിരെ തെളിവുകൾ ഹാജരാക്കിയില്ല. അന്ധവിശ്വാസത്തിനും ദുർമന്ത്രവാദത്തിനുമെതിരെ ബിൽ പാസാക്കാൻ മഹാരാഷ്ട്ര സർക്കാരിൽ സ്വാധീനം ചെലുത്തിയത് നരേന്ദ്ര ദാഭോൽക്കറായിരുന്നു. ഇക്കാര്യങ്ങളും അനാചാരങ്ങൾക്കെതിരെ ദാഭോൽക്കർ സ്ഥാപിച്ച സമിതിയുമാണ് സംസ്ഥയെ ചൊടിപ്പിച്ചതെന്നാണ് കണ്ടെത്തൽ. പോലീസ് അന്വേഷണം ഇഴഞ്ഞതോടെ ഹൈക്കോടതി ഇടപെട്ടാണ് 2014 CBI കേസേറ്റെടുത്തത്. ഭീഷണിപ്പെടുത്തൽ വേണ്ടെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഖർഗെ. നേരിട്ട് നൽകുന്ന പരാതികൾ അവഗണിക്കുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കക്ഷി നേതാക്കളെ അഭിസംബോധന ചെയ്ത് താൻ അയച്ച കത്തിന് മറുപടി നൽകിയത് ആശ്ചര്യകരമാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രസ്താവിച്ചു. ചോദ്യങ്ങൾ ചോദിക്കാനുള്ള പൗരന്മാരുടെ അവകാശങ്ങളെ മാനിക്കുന്നതായി കത്തിൽ പറയുന്ന കമ്മീഷൻ മറുഭാഗത്ത് അവരെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് ഖാർഗെ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് കമ്മീഷന് മേലുള്ള സമ്മർദ്ദം മനസ്സിലാകുമെന്നതിനാൽ കത്തിലെ ഭാഷയോട് വിയോജിപ്പുണ്ടെങ്കിലും കാര്യമാക്കുന്നില്ല. തിരഞ്ഞെടുപ്പ് കമ്മീഷനൊപ്പമാണ് കോൺഗ്രസ്. അതിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നിലകൊള്ളുന്നു. എവിടെ നിൽക്കുന്നുവെന്ന് കമ്മീഷനിലെ ഉദ്യോഗസ്ഥരാണ് തീരുമാനിക്കേണ്ടത്. ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കൾ നടത്തുന്ന വർഗീയ വിദ്വേഷ പ്രസംഗങ്ങളിൽ നടപടിയെടുക്കുന്നതിൽ കമ്മീഷൻ പുലർത്തുന്ന നിസ്സംഗത അമ്പരപ്പിക്കുന്നതാണ്. മണ്ഡലാടിസ്ഥാനത്തിലുള്ള വോട്ടിംഗ് ഡാറ്റ പ്രസിദ്ധീകരിക്കാൻ കമ്മീഷന് നിയമപരമായ ബാധ്യതയില്ലെന്ന വാദം ശരിയാണ്. എന്നാൽ തിരഞ്ഞെടുപ്പുകളിൽ അതിയായ താൽപ്പര്യമുള്ള ഒട്ടേറെ വോട്ടർമാർക്ക് ശതമാനക്കണക്കിന് പുറമെ എത്ര വോട്ടുകൾ ഓരോയിടത്തും പോൾ ചെയ്തുവെന്ന വിവരം കമ്മീഷനിൽ നിന്ന് ലഭിക്കാൻ താൽപ്പര്യമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. കമ്മീഷന്റെ വിശ്വാസ്യത, വോട്ടിംഗ് ഡാറ്റ അടക്കമുള്ള കാര്യങ്ങളിൽ ഖർഗെ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾക്ക് അയച്ച കത്തിനാണ് കഴിഞ്ഞ ദിവസം കടുത്ത ഭാഷയിൽ കമ്മീഷൻ തുറന്ന മറുപടി നൽകിയത്. കത്ത് എക്സിലൂടെ ഖർഗെ പരസ്യപ്പെടുത്തിയതാണ് കമ്മീഷനെ പ്രകോപിപ്പിച്ചത്. വോട്ടിംഗ് ഡാറ്റ പുറത്തുവിടണം, വാർത്താ സമ്മേളനം നടത്തണമെന്ന് മാധ്യമ സംഘടനകൾ കമ്മീഷനോട്. തിരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടവും പൂർത്തിയാകുമ്പോൾ വാർത്താ സമ്മേളനം നടത്തണമെന്നാവശ്യപ്പെട്ട് മാധ്യമ സംഘടനകൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകി. 3 ഘട്ടം പൂർത്തിയായിട്ടും ഒരു വാർത്താ സമ്മേളനം പോലും നടത്താത്തതിൽ അതൃപ്തി അറിയിച്ചു. കഴിഞ്ഞ 3 ഘട്ടത്തിലും വോട്ട് ചെയ്തവരുടെ എണ്ണം പുറത്തുവിടാത്തതിലും ആശങ്ക രേഖപ്പെടുത്തി. മുൻ തിരഞ്ഞെടുപ്പുകളിൽ ഈ കണക്ക് പുറത്തുവിടുകയും വാർത്താ സമ്മേളനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ധ്രുവ ദീപ്തി ഇതാദ്യമായി ഇന്ത്യയിലും. കഴിഞ്ഞ 20 വർഷത്തിനിടെ സൂര്യനിൽ നിന്നുണ്ടാകുന്ന ഏറ്റവും ശക്തമായ കാന്തിക കാറ്റിൻ്റെ ഭാഗമായ കണങ്ങളുടെ പ്രവാഹം ഇന്ത്യയിലുണ്ടായതായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് അറിയിച്ചു. സൂര്യനിൽ നിന്നുള്ള ഇത്തരം പ്രവാഹം മുൻപ് യൂറോപ്പിലും അമേരിക്കയിലും ധ്രുവങ്ങളിലും മാത്രമാണ് ദൃശ്യമായിരുന്നത്. ഇത്തവണത്തെ അതിശക്തമായ സൗര കാന്തിക കാറ്റ് കാശ്മീരിലെ ലഡാക്കിലുമെത്തി. രാത്രിയിലും ആകാശം ചുവന്നു നിൽക്കുന്ന പ്രതിഭാസമായ ധ്രുവദീപ്തിയുടെ ചിത്രം ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്നത് ആദ്യമാണെന്ന് ദൃശ്യം പരിശോധിച്ച ലഡാക്ക് ഹാൻലെ ഒബ്സർവേറ്ററി ക്യാമറ എഞ്ചിനീയർ ഡോർജെ ആങ്ചുക്ക് പറഞ്ഞു. വെള്ളിയാഴ്ച രാത്രിയാണ് ചക്രവാളത്തിൽ ചുവപ്പ് രാശി കലർന്നത്. നീല നിറവും കാണപ്പെട്ടു. നമ്മുടെ അന്തരീക്ഷത്തിലേക്കും സൂര്യനിൽ നിന്നുള്ള പ്ലാസ്മ കടന്നെത്തിയിട്ടുണ്ട് എന്നതിൻ്റെ സൂചനയാണ് ഇതെന്ന് ഡോർജെ പറഞ്ഞു. കൊടൈക്കനാൽ സോളാർ ഒബ്സർവേറ്ററിയിൽ സൗരകളങ്കത്തിൻ്റെ ചിത്രം പകർത്തി. ഇന്നലെ രാത്രി കേരളത്തിലെ ആകാശത്ത് കാണപ്പെട്ട അന്തിച്ചുവപ്പിന് പിന്നിലും അറോറ പ്രഭാവമുണ്ടോ എന്ന് ചില ഗവേഷകർ സംശയമുന്നയിച്ചു. കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന വലിപ്പമുണ്ടെങ്കിലും സൗര ഫിൽറ്ററുകളില്ലാതെ സൂര്യനെ നോക്കുന്നത് അപകടമാണ്. സൗരജ്വാലകൾ ചാർജ് കണങ്ങളുടെ ഒരു മഹാപ്രവാഹമായിരിക്കും. ഇത്തരം സമയങ്ങളിൽ ഭൂമിയുടെ ധ്രുവമേഖലയിൽ വർണ്ണാഭമായ ധ്രുവദീപ്തികൾ, അതായത് അറോറ, പ്രത്യക്ഷപ്പെടും. ഈ കണങ്ങൾ ഉപഗ്രഹ വ്യോമയാന റേഡിയോ സിഗ്നലുകളെ തടസ്സപ്പെടുത്താനുമിടയുണ്ട്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനം അപേക്ഷ 16 മുതൽ 25 വരെ. 10ാം ക്ലാസ് ജയിച്ച കുട്ടികൾക്ക് ഹയർ സെക്കൻഡറി പഠനത്തോടൊപ്പം 48 തൊഴിൽ മേഖലകളിൽ നിന്ന് ഇഷ്ടമുള്ള ഒന്ന് തിരഞ്ഞെടുത്ത് പരിശീലിച്ച് സ്കിൽ സർട്ടിഫിക്കറ്റ് നേടുന്നതിന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സുകൾ അവസരമൊരുക്കുന്നു. സംസ്ഥാനത്താകെ 389 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്. ഏകജാലക സംവിധാനത്തിലൂടെയാണ് പ്രവേശനം. അപേക്ഷാ സമർപ്പണത്തിന് സൗജന്യ സഹായം ലഭിക്കാൻ പഠിച്ച സ്കൂളിലെയോ അടുത്തുള്ള സർക്കാർ എയ്ഡഡ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെയോ കമ്പ്യൂട്ടർ ലാബും ഹെൽപ്പ് ഡെസ്കും സൗജന്യമായി പ്രയോജനപ്പെടുത്താം.
മെയ് 29-ന് ട്രയൽ അലോട്ട്മെൻറ്റും ജൂൺ 5-ന് ആദ്യ അലോട്ട്മെൻറ്റും നടക്കും. ജൂൺ 24-ന് ക്ലാസ് ആരംഭിക്കും. 2 വർഷത്തെ പഠനത്തിന് യഥാക്രമം 695, 520 രൂപ മാത്രം നൽകിയാൽ മതിയാകും. ശുഭദിനം. നന്ദി.